നമസ്കാരം സർ. വഖഫ് ബില്ലിനെ എതിർത്ത ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജ് എംപിയും ക്രൈസ്തവരെ വഞ്ചിച്ചു എന്നാണ് പി.സി. ജോർജ് പറയുന്നത്. ഇനി ക്രൈസ്തവരുടെ കാര്യത്തിൽ ഇവർ ആരും ഇടപെടരുതെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? അതിനകത്ത് പുള്ളിയുടെ രാഷ്ട്രീയമാണ് പുള്ളി പറഞ്ഞത്. കാരണം ഇപ്പം ഈ മാണി ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന്റെയും രാഷ്ട്രീയത്തിനകത്തെ ഒരു പരീക്ഷണമായിട്ട് വരും വഖഫ് നിയമ ഭേദഗതി ബില്ലിനകത്തുള്ള അഭിപ്രായം. ഇയാള് ശകലം ചാരിയൊക്കെ സംസാരിച്ചെങ്കിലും അതിനകത്ത് തീരുമാനമെടുക്കുന്നതിന് വ്യക്തത വരുത്തി തീരുമാനം എടുത്തിട്ടില്ല മാണി ഒരുപക്ഷെ അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപദേശം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തായിട്ട് വല്ല ഓറഞ്ച് അരി അങ്ങ് പോയാൽ മതി, അതിനകത്ത് കൂടുതൽ കയറി അളുമ്പാനും നിൽക്കേണ്ട, കൂടുതൽ അഭിപ്രായം പറയാൻ നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും പറ്റത്തില്ല. അത് അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാണിയുടെ അഭിപ്രായം അത് വേണോ വേണ്ട, അത് വേണ്ടായോ വേണം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ആണല്ലോ പുള്ളി പറഞ്ഞത്. അതിനകത്ത് കുഴപ്പമുണ്ടോ ഇല്ല, കുഴപ്പമില്ലയോ ഉണ്ട്, അങ്ങനെ പറയണ്ട. വഖഫ് നിയമ ഭേദഗതിക്കകത്ത് KCBCയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതിന് ഭേദഗതിക്ക് അനുകൂലമായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യണം. അതായത് പുതിയ നിയമത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. കേരളത്തിൽ നിന്നുള്ളവർ വോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ MP അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി കോർഡിനേഷൻ നടത്തണമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് ഈ ന്യായമൊക്കെ പറഞ്ഞിട്ട് പോന്നാൽ ക്രിസ്ത്യാനികളുടെ വോട്ടങ്ങ് കിട്ടിക്കോളും എന്നുള്ള ബോധ്യത്തിൽ ക്രിസ്ത്യാനിയെ ഒറ്റുകൊടുക്കുന്ന ഒരവസരം വരുമ്പോൾ പോലും ബാക്കിയുള്ളവരുടെ വോട്ടിനെ പ്രതീക്ഷിച്ച് ബാക്കി ഉള്ളവരുടെ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്ന ജനപ്രതിനിധികളെ അംഗീകരിച്ചു പോകേണ്ടതില്ല എന്നാണ് ഇന്നലെ BJPയുടെ ദേശീയ സമിതി അംഗം കൂടിയായിട്ടുള്ള PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. PC ജോർജിന് അറിയാൻ വയ്യാത്ത മാണിയൊന്നും ഇല്ലല്ലോ. കാരണം ഈ കൊച്ചുമാണിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ മാണി അച്ചായന്റെ കൂടെ നടന്ന് രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ആളാണ് PC ജോർജ്. ജോസ് കെ മാണിയുടെ അച്ഛനുമായിട്ട് കൊമ്പ് കോർത്തിട്ടുള്ള അപൂർവം നേതാക്കന്മാർക്കകത്ത് നോക്കുമ്പോൾ ഉള്ള ഒരാളാണ് ഈ പറയുന്ന PC ജോർജ്. PC ജോർജിന് ആരുമൊന്നൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസം വന്നാൽ അയാൾ അഭിപ്രായ വ്യത്യാസം പറയും. യുദ്ധം പ്രഖ്യാപിച്ചാൽ യുദ്ധം പ്രഖ്യാപിക്കും. ഈ കാര്യത്തിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റതുകൊണ്ടല്ലോ ഫ്ലെക്സിബിൾ രാഷ്ട്രീയക്കാരന്റെ ശൈലിയാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന 38,000 വരുന്ന മുസ്ലിം വോട്ടുകൾക്കകത്ത് അതുവരെ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നവർ അതിനകത്ത് കുറച്ചു പേരെങ്കിലും ഈ പറയുന്നത് പോലെ വർഗീയ ധ്രുവീകരണത്തിന്റെയും PFIക്കാരുടെയും SDPIക്കാരുടെയും ആളാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതിന് വേണ്ടി നിന്നത് കൊണ്ടാണ് അവിടെ കുറച്ചു പേരായിട്ടുള്ളവർ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുറച്ചു പേരെ പറഞ്ഞതിന്റെ പ്രതിഫലനം ഏതാണ്ട് 38,000 വരുന്ന മുസ്ലിങ്ങൾക്കിടയിലേക്ക് വരികയും ആ വോട്ട് അദ്ദേഹത്തെ സഹായിക്കാതെ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണം PFIക്കാരൻ 5% ഉള്ളൂ എന്ന് വാദിക്കുമ്പോൾ അവരുടെ ഭാഗം നിൽക്കാൻ ഇപ്പുറത്ത് PC ജോർജ് ആണെങ്കിൽ മുസ്ലിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് തെറ്റായ സമീപനം തന്നെയാണ്. ആ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് അനുവദിക്കാൻ സാധിക്കത്തില്ല. അത് പറഞ്ഞതുകൊണ്ടാണ് PC ജോർജ് വർഗീയവാദിയായത്. പലവട്ടം PC ജോർജ് ജയിലിൽ പോകേണ്ട ഒരവസ്ഥ വന്നത്, PC ജോർജിന് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വർത്തമാനം പറയുന്ന ആളായത് ഒക്കെ വന്നത്. അപ്പം ആ രീതിയിൽ തന്നെ വർത്തമാനം പറഞ്ഞാണ് ഇപ്പൊ PC ജോർജ് നിൽക്കുന്നത്. വഖഫിന്റെ കാര്യത്തിലും PC ജോർജ് ഈ വർത്തമാനം പറഞ്ഞത് കൊണ്ടാണ് PC ജോർജ് ഒറ്റപ്പെടുന്നത്. അപ്പം വഖഫിന്റെ കാര്യത്തിൽ PC ജോർജ് പറയുന്ന വർത്തമാനമാണ് ക്രിസ്ത്യാനിയുടെ വർത്തമാനം. അല്ലെങ്കിൽ ഈ വേറെ ചില നർക്കോട്ടിക് ജിഹാദിന്റെയും ലവ് ജിഹാദിന്റെയും ഒക്കെ കാര്യത്തിൽ ക്രിസ്ത്യാനി പറഞ്ഞ വർത്തമാനം തന്നെയാണ് PC ജോർജ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് അവിടെ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനിയുടെ ഭാഗം നിൽക്കാൻ എത്ര പേരുണ്ടെന്നുള്ള പരീക്ഷണത്തിന് വേണ്ടി ഈ ബില്ലിന്റെ വോട്ടിങ്ങിനെ ഉപയോഗിച്ചപ്പോൾ ആ പരീക്ഷണത്തിനകത്ത് സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ എങ്ങും തൊടാതെ കുഴമ്പൻ സമീപനം എടുത്തിട്ടുള്ള മാണിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന്റെ കാര്യത്തിലും ക്രിസ്ത്യാനിയെ സമയം വന്നപ്പോൾ തള്ളിപ്പറഞ്ഞവർക്ക് നാളെ കാലത്ത് KCBCയിലും ഈ സമുദായത്തിലും വേണ്ട പ്രാതിനിധ്യം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയണമെന്ന് പറഞ്ഞത്. കാരണം ഇദ്ദേഹവും ഇവരുടെ ഭാഗമായിരുന്നല്ലോ. ഇദ്ദേഹത്തിന് അറിയാമല്ലോ മലയോര കർഷകർ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ്
അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആവശ്യം പോലെ പിളർന്ന് ഉണ്ടെങ്കിൽ തന്നെയും ഈ കേരള കോൺഗ്രസിന്റെ എല്ലാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ബേസ് ചെയ്ത് നിൽക്കുന്ന അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യാനിയുടെ രാഷ്ട്രീയം. അങ്ങനെയല്ലേ നിങ്ങൾ കേരളത്തിൽ പിടിച്ചിരുന്നത്? നിങ്ങൾ പിടിച്ചു നിന്നതെന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്, ഇപ്പൊ മുസ്ലിം ലീഗ് പിടിച്ചു നിൽക്കുന്ന അതേ സ്ട്രാറ്റജിയിൽ പിടിച്ചു നിന്ന രാഷ്ട്രീയ പാർട്ടിയാ. അതായത് ഞങ്ങളുടെ സമുദായത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ വോട്ട് ക്രിസ്ത്യൻ വോട്ടാണ്, ആ വോട്ട് ഇന്ന മേഖലയിൽ വളരെ കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സ്വാധീനിക്കാൻ കേരളത്തിൽ പല ഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളുണ്ട്, ഞങ്ങളുടെ വോട്ടുണ്ട്, ആ കേരള കോൺഗ്രസിന്റെ വോട്ടാണ്, ക്രിസ്ത്യാനികളുടെ വോട്ടാണ്, സഭാ മേലധ്യക്ഷന്മാർക്ക് വ്യക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ നിങ്ങൾ നിന്നത്. എന്നിട്ട് എന്തേ ഇപ്പൊ ഏറ്റവും അവസാനം ഇന്ത്യയിലുടനീളം പ്രശ്നം വരുമ്പോൾ കേരളത്തിലുള്ള പ്രശ്നം, വഖഫിന്റെ പ്രശ്നം, ഭേദഗതി ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വരാൻ പോകുന്നത് 600ഓളം വരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളാവുകയും ആ ക്രിസ്ത്യൻ കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളികളാവുകയും ഏറ്റവും വലിയ വലിപ്പത്തിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് എന്നും നിന്നിട്ടുള്ള ഒരു പ്രയോജനം അവർക്ക് സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും പാവത്യങ്ങളായിട്ടുള്ള ലാറ്റിൻ കാത്തോലിക്സിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ എന്താ നിൽക്കാഞ്ഞേ? അതാണ് പി സി ജോർജ് ചോദിച്ചത്. അതാണ് നാളെ കാലത്തെ ക്രിസ്ത്യൻ സമൂഹം നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഇതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരും. ആ മറുപടി കൃത്യമല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം അവിടെ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥി ഈ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ ഇതുവരെ BJPക്ക് വോട്ട് ചെയ്യാൻ മടിച്ചിരുന്ന ക്രിസ്ത്യൻ സമൂഹം BJP സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് തിരയുന്ന ഒരവസ്ഥയിലേക്കും, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും, അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികൾ മറികടന്ന് BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ പ്രയാസമുള്ള ക്രിസ്ത്യൻ മേഖലയിൽ BJP സ്ഥാനാർത്ഥിയെയും അല്ലെങ്കിൽ താമര ചിഹ്നത്തിനെയും ഒക്കെ പരതുന്ന രീതിയിലേക്ക് ഉള്ള ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ ഈ കാരണത്താൽ നാളെ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷയം, അതിനകത്ത് സംസാരിക്കാൻ ഒരുപക്ഷെ വലതുപക്ഷവും ഇടതുപക്ഷവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പോലും ക്രിസ്ത്യാനികളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്റെ ഭാഗമായിട്ട്, ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് പുതിയ പാർട്ടി പോലും വേണമോ എന്ന് ഇന്നലെ അവരുടെ വലിയൊരു യോഗത്തിൽ ഒരുപക്ഷെ താമരശ്ശേരി സഭയുടെ ഒക്കെ നേതൃത്വത്തിൽ ആണെന്ന് തോന്നുന്നു കൂടിയിട്ടുണ്ട്. അതിനകത്ത് തീരുമാനം ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ തീരുമാനം പോലും ആലോചിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അതായത് ഈ വിഷയമല്ല, വളരെ കൂടുതൽ വിഷയങ്ങൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിനകത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തീരുമാനമെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഞങ്ങളെ അവഗണിച്ചു പോകുന്നതിന് യാതൊരു കുഴപ്പവുമല്ല. പക്ഷേ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു ചെറിയ കാര്യം പോലും വലിയ വലിപ്പത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധ്യമാകും. ഈ രീതിയിൽ ഇനി ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും അവഗണന, കേരളത്തിലാണ് ഇപ്പൊ അവഗണന, ഇന്ത്യയിലും അവഗണനയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രാതിനിധ്യവും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് കിട്ടുന്ന പ്രാതിനിധ്യവും കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേക പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് മാത്രമാകുന്ന ഒരവസ്ഥ, അവരുടെ കാര്യത്തിന് ഇരു പാർട്ടികളും താല്പര്യമെടുക്കുന്ന ഒരവസ്ഥ, അതിനി വെച്ചു പൊറുപ്പിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ അതിന് നിന്നുകൊടുക്കാൻ ക്രിസ്ത്യൻ സമൂഹം ഇല്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരും ഒക്കെ തീരുമാനിച്ചു, ആലോചിച്ചു. ആ രീതിയിലേക്കുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകും. അതിന് സമാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയുമായിട്ടാണ് പരസ്യമായിട്ട് ഈ BJPയുടെ നേതാവായിട്ടുള്ള ഈ പറയുന്ന PC ജോർജ് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. പരസ്യമായ വെല്ലുവിളിയാണ്. ഇനി ക്രിസ്ത്യാനിയുടെ കാര്യം പറഞ്ഞ് കേരളത്തിൽ മാണിയും ഫ്രാൻസിസ് ജോർജും വരരുത് എന്ന് തന്നെയാണ് PC ജോർജ് ഇന്നലെ തിട്ടൂരം ഇട്ടിരിക്കുന്നത്. യെസ്, PC ജോർജിന്റെ ആ വെല്ലുവിളി അവർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജും ഓർക്കേണ്ടിയിരുന്ന ഒരു കാര്യം, KCBC ഉൾപ്പെടെ എതിർത്തിരുന്ന ഒരു കാര്യത്തിനെ അവർ അനുകൂലിച്ചപ്പോൾ നാളെ വോട്ട് തേടി ഇറങ്ങേണ്ടത് ഈ ക്രിസ്ത്യാനികൾക്കിടയിലേക്കാണെന്ന് അവർ മറന്നുപോയി. വ്യക്തമാണ് സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.